മനസ്സിലാവും. നല്ല എഫേർട്ട് എടുത്തിട്ടില്ല, ഹെവി ആയിട്ടോ. ഇവിടെയായിരുന്നു എറണാകുളത്ത് മലയാറ്റൂർ നമ്മൾ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത പ്ലേസ് തന്നെയായിരുന്നു. നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിപ്പോൾ കഴിഞ്ഞുള്ളൂ, ഡബ്ബിങ്ങും കഴിഞ്ഞു. ഇനി ഏപ്രിലൊക്കെ ആയിരിക്കും. അത് ഖത്തറിലും ദുബായിലൊക്കെ റിലീസിന് ഒരുങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെയൊക്കെ ഇനിയിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഏപ്രിലേക്ക് മാറ്റി. എല്ലാവരും സപ്പോർട്ട് വേണം. സീരിയലിൽ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ സീരിയലിൽ ഏതൊരു പോലെ എങ്ങനെ ഫസ്റ്റ് വന്നതാണ് ആദ്യമായിട്ട് വന്നത്? എങ്ങനെയാണ് സീരിയലിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് മുകേഷ് ചേട്ടൻ്റെ പെങ്ങളുണ്ട്, കൈലാസ് പ്രൊഡക്ഷൻ്റെ, അവർ മാം എന്നെ വിളിച്ച് ആദ്യമായിട്ട് പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന ഒരു സീരിയലിലേക്ക് വിളിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് പോലീസ് ഈ ഹൈറ്റിൽ പോലീസ് സ്റ്റേഷൻ ചേരും എന്നുള്ള രീതിയിൽ കുറേ 8-10 സീരിയലുകളും ചെയ്തു. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിൽ സ്നേഹപുട്ട് എന്ന് പറയുന്ന സീരിയലാണ്. അതും ഹാപ്പിയാണ്. ഇപ്പം ഈ 2 ആഴ്ചയായിട്ട് എൻ്റെ 1 man ഷോ തന്നെയാണ് സീരിയലിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഒരു നല്ല വില്ലൻ നായികനെ ഉപദ്രവിക്കുന്നതും, പിന്നെ അവർ പുഴയിൽ ചാടുന്നതും, പിന്നെ എന്താണ് അത് ബോഡി അന്വേഷിച്ച് പോകുന്നതും, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ആഴ്ച ഫുള്ളും നിറഞ്ഞിരിക്കും. ഈ ആഴ്ച കംപ്ലീറ്റ്ലി ഞാൻ തന്നെയാണ് നല്ല സ്നേഹക്കൂട്ട് കണ്ടു കഴിഞ്ഞാൽ. കാരണം അതിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് എനിക്ക് ഇങ്ങോട്ടേക്ക് ഓരോരുത്തർ കണ്ടിട്ട് അയച്ചു തരാറുണ്ട്. അപ്പം അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സിനിമയിൽ സജീവനാണ്, സീരിയൽ സജീവമാണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏതിലാണെങ്കിലും നമ്മുടെ പ്രസൻസ് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും ഏതാണെങ്കിലും ചെയ്യാം. നമുക്ക് ഏതാണോ ബെറ്റർ ചിലപ്പോൾ നമ്മൾ ഒന്ന് വിട്ട് നിന്ന് കഴിഞ്ഞാൽ പോയി. വിട്ട് നിൽക്കാതെ നമ്മൾ മാക്സിമം ഏതെങ്കിലും സ്ക്രീനിൽ അല്ലെങ്കിൽ വീഡിയോയിൽ മുൻപിൽ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. സിനിമ കിട്ടണ സിനിമയ്ക്ക് സീരിയൽ കിട്ടുന്നത്. ഒന്നിനെ എനിക്ക് 2ആയിട്ട് കാണാൻ പറ്റില്ല, രണ്ടും എനിക്ക് എൻ്റെ 2 ഭാഗങ്ങളായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഒന്നിനെയും വേറിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്ന ആൾക്കാർക്ക് സിനിമ കിട്ടില്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, അറിയില്ല. കാരണം ഇവരുടെ ഷെഡ്യൂളിൻ്റെ ഒരു സാധനം കൊണ്ട് ചിലപ്പോൾ സിനിമ ഫ്ലോപ്പ് ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ആ ടൈമൊക്കെ വളരെ പക്കായിട്ട് വരാറുണ്ട്. സീരിയലിൻ്റെ ദൈർഘ്യം കുറയ്ക്കണമെന്നൊക്കെ ഇങ്ങനെ പ്രേംകുമാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനോട് എന്താ? ദൈർഘ്യം കുറയ്ക്കണം എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ഈ ടൗൺ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഏരിയകളിലൊക്കെ നമ്മൾ സീരിയലിനെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ ആരും കാണുന്നവരില്ല, കാരണം എല്ലാവരും ബിസി ചെയ്തത്. പക്ഷേ എൻ്റെയൊക്കെ നാടുണ്ട്, കുരാശുണ്ട്, കോഴിക്കോട് കുരാശുണ്ട്, അതുപോലെ പല സ്ഥലങ്ങളും. ഇപ്പോൾ ഇവിടെ തന്നെ ആലപ്പുഴയാണെങ്കിലും ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ സീരിയൽ ആർട്ടിസ്റ്റ് എല്ലാം ചോദിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മൾ റൂം എടുക്കാൻ വന്ന സമയത്ത്. അപ്പോൾ ഇവർക്കൊരു 7 മണി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിട്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങി വലിയൊരു ഇതൊന്നും ഇല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ഏരിയകൾ. അപ്പോൾ അവിടെ ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം അവർ ടി വിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 മണി ആവാൻ തന്നെ അവർ എണീക്കില്ല. അപ്പോൾ അവർക്ക് ആ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും അത് സീരിയലിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ദൈർഘ്യം കുറയ്ക്കും. കാണുന്നവർ കണ്ടാൽ പോരെ, അല്ലാത്തൊരാരും നിർബന്ധിച്ച് നിങ്ങൾ ടി വി വീട്ടിന് മുമ്പ് കൊണ്ട് കാണിപ്പിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാണുന്നവർ കണ്ടോട്ടെ. അവർക്ക് പക്ഷേ ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സീരിയലിനെ ഇതുണ്ട്. അത് നല്ലോണം ചീറ്റും തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഒരുപാട് കള്ള് കുടിക്കുന്ന ഫ്രണ്ട്സ്, സിഗരറ്റ് കുടിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ കുറേ പേരുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാറില്ല, ഞാൻ കള്ളും കുടിക്കാറില്ല, സിഗരറ്റും വലിക്കാറില്ല. അവർക്ക് ഞാൻ വേണേൽ ഒഴിച്ചു കൊടുക്കും, പക്ഷെ എന്ത് ചെയ്യാറില്ല. പക്ഷെ അത് നമ്മൾ നല്ലോണം ചീത്ത നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ സീരിയലിൽ വരുന്ന നല്ല കാര്യങ്ങൾ നല്ലത് എടുക്കാം, ചീത്ത വരുന്നത് ചീത്ത എടുക്കാം. അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പിന്നെ സീരിയലിനെ ഞാൻ ഈ പറഞ്ഞ മാതിരിയാണ് ഒരുപാട് ഉള്ള ഏരിയകളിലേക്കുള്ള ആൾക്കാർ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് പരിഗണിക്കണ്ടേ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് സമയങ്ങൾ ചിലവഴിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ ഇവർക്ക് അത് കിട്ടുന്നില്ല. നമ്മൾ മനസ്സിലാവും. എന്നുവെച്ചാൽ ഒരു ഉള്ള ഏരിയയിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് ഇരുട്ടായി, പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇത് ബെറ്ററാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. താങ്ക് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.